ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തക്കോലം ഡയറീസ്. ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടിയൊക്കെ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റും അരോമയും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ അമ്മ ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞുതരും. ഞാൻ പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി എരിവുള്ള സാധാ മുളക് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതിന് നേരെ 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് 30 എണ്ണം, ഇത് 10 എണ്ണം. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഒരു പാക്കറ്റ് കായം നമ്മൾ വാങ്ങും, അതിൻ്റെ ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും, 8 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, മല്ലി, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ മതി. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കായ അതിനകത്തിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. കായ മൂത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് അപ്പോഴാകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം അത് മൂത്ത് കിട്ടും. അതിനെ നമുക്കൊന്ന് കോരി മാറ്റാം. പൊടിക്കായത്തിനെ കാട്ടി ഇതാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ടേസ്റ്റും മണവും എല്ലാം വരും. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ തന്നെ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയത്തിലിട്ടാൽ മതി തീയ്. എന്നിട്ട് നമുക്കിനെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞ് പോവാത്ത രീതിയിൽ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളറാകുമ്പോൾ കരിഞ്ഞ് പോയാൽ സാമ്പാറിൻ്റെ പൊടി കരിഞ്ഞില്ല. നമുക്ക് നോക്കി വേണം വറുത്തെടുക്കാൻ. ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും നമ്മൾ സാമ്പാർ വയ്ക്കില്ല. വയ്ക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്ത് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും മണവും ഒക്കെ കിട്ടും കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി. പിന്നെ ഒരുപാട് നാൾ ഇരിക്കണ്ട. 1 മാസമൊക്കെ മാക്സിമം 1 മാസത്തേക്ക് അപ്പുറം വച്ചിരുന്നാൽ അതിൻ്റെ മണവും ഗുണവും എല്ലാം പോകും. പൊടിച്ച് നല്ല എയർ ടൈറ്റായ ടിന്നിനകത്ത് അടച്ച് വെച്ചിരുന്നാൽ മതിയാവും. ആയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലോട്ട്. ഇനി എടുത്ത് വെച്ചാൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ലാസ്റ്റിലിട്ടാൽ മതി. ഉലുവയും ഈ കടുവും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറു ജസ്റ്റ് ഒന്ന് കടുവ് ഒന്ന് പൊട്ടി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ കുറച്ച് കിടന്ന് ഇങ്ങനെ വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി എടുത്ത് മല്ലി വറുത്തെടുക്കാം. മല്ലി ഇതേപോലെ മീഡിയം തീയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് പച്ച മല്ലിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ വറുത്തെടുക്കാം. മല്ലി മൂത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് മല്ലി ഒന്ന് പൊട്ടും. അപ്പോഴത്തേക്ക് നമുക്കിതിനെ അതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മുളക് വറുത്തെടുക്കാം. ചെറിയ തീരിട്ട മുളക് വറുത്തെടുക്കാവും. 2 മുളകും കൂടെ ഒന്നിച്ചിട്ട് വറുക്കാം. കരിഞ്ഞ് പോകാതെ വറുത്തെടുക്കണം ചെറിയ തീരിട്ടിട്ട്. ഒന്ന് അതിൻ്റെ മുളകിൻ്റെ ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി. കരിഞ്ഞ് പോകരുത്. കരിഞ്ഞ് പോയാൽ സാമ്പാർ ഒരു കരിഞ്ഞ ചുവ വരും. സിമ്മിൽ വേണം ഇട്ടേക്കാൻ, ഇല്ലെങ്കിൽ മുളക് കരിഞ്ഞില്ല. ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. സാമ്പാർ പൊടി നമ്മളെല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം നോക്കേണ്ടത്, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കാതെ ആദ്യം കായവും പരിപ്പും എല്ലാം അത് പൊടിച്ചെടുത്ത്, അത് കഴിഞ്ഞിട്ട് മല്ലി പൊടിച്ചെടുത്ത്, പിന്നെ മുളക്, എന്നിട്ടൊരു വലിയ പാത്രത്തിനകത്ത് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലാം കൂടെ യോജിപ്പിക്കണം. എന്നിട്ട് വേണം നമുക്ക് ടിന്നി തട്ടി വയ്ക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഒരു 1/2 കപ്പ് പരിപ്പിനൊക്കെ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ അത്രയും മതിയാവും. പിന്നെ അത് എരിവ് കുറവെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എരിവുള്ള മുളക് ഒരു 5 എണ്ണവും കൂടെ ചേർക്കാം. ഞാനിത് എരിവ് കുറച്ച് മതിയെന്ന് വിചാരിച്ചിട്ടാണ് 10 എണ്ണം ചേർത്തത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 5 എണ്ണോ 10 എണ്ണോ കൂടെ ചേർക്കാം. സാമ്പാർ പൊടി റെഡിയായി. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.